നല്ല ചീസിയായ ക്രീമിയായ ഒരു നാച്ചൂസിൻ്റെ റെസിപ്പി ആയാലോ. ചെദാർ ചീസ്, അവക്കാഡോ, ടോർട്ടില്ല ബ്രെഡ്, സവർ ക്രീം അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണത്. ആദ്യം തന്നെ നാച്ചൂസ് ചിപ്സിന് വേണ്ടിയിട്ട് ടോർട്ടില്ല ബ്രെഡ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ടോർട്ടില്ല ബ്രെഡ് നമ്മൾ പിന്നീട് ഫ്രൈ ചെയ്തെടുക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പിക്കോ ദെ ഗായോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഒണിയൻ എടുത്ത് ഫൈൻ ചോപ്പ് ചെയ്യണം. അതേപോലെ തന്നെ നല്ല ചുവന്നൊരു തക്കാളി എടുത്ത് സീഡൊക്കെ കളഞ്ഞ് ഇതേപോലെ ഫൈൻ ചോപ്പ് ചെയ്യണം. ഇതിലേക്ക് തന്നെ എരിവ് കുറഞ്ഞിട്ടുള്ള ഒരു എലേപ്പനോ പെപ്പർ എടുത്ത് അതിലത്തെ സീഡൊക്കെ കളഞ്ഞ് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് തന്നെ ചോപ്പ് ചെയ്ത ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സും സോൾട്ട്, പെപ്പർ, ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പിക്കോ ദെ ഗായോ റെഡി ആയിട്ടുണ്ടാവും. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് അവക്കാഡോ അലേപ്പനോ സോസാണ്. അതിനുവേണ്ടി പഴുത്തൊരു അവക്കാഡോ എടുത്ത് സീഡ് കളഞ്ഞ് കൊറിയാൻഡറും അലേപ്പനോയും സോൾട്ടും അതോടൊപ്പം തന്നെ കുക്കിംഗ് ക്രീമും അല്ലെങ്കിൽ സവർ ക്രീമും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് ഫൈൻ ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെക്കാം. കാരണം നമുക്കിത് ടോപ്പിങ്സ് കൊടുക്കാനുള്ളതാണ്. അടുത്ത സ്റ്റെപ്പായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോർട്ടില്ല ബ്രെഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം കുറച്ച് സോൾട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ചെദാർ സോസാണ്. അതിന് വേണ്ടി ഒരു പാനിൽ കുക്കിംഗ് ക്രീം ഒഴിച്ച് അതിലേക്ക് ചെദാർ ക്യൂബ്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് പ്ലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ടോർട്ടില്ല ചിപ്സ് ഒരു പ്ലേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെദാർ സോസ് നന്നായി സ്പ്രെഡ് ആവണ പോലെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് ആയിട്ട് അവക്കാഡോ സോസും സവർ ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിക്കോ ദെ ഗായോ, അതേപോലെ തന്നെ സ്വീറ്റ് കോൺ, പിക്കിൾഡ് അലേപ്പനോ, അതേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് ആയിട്ട് വെക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീവ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. നാച്ചോസിൻ്റെ ഒപ്പം നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള ബീഫോ ചിക്കനോ നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ നാച്ചോസ് കഴിക്കാൻ നോക്കുക സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കൊള്ളാടാ മോനെ, നൈസായിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഒരു അലപ്പനോടെ വെച്ചിട്ട് ഇതിനെടുത്തിട്ട്